ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറച്ച് കുഞ്ഞുമത്തി കിട്ടിയപ്പം അതൊന്ന് മുളകിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മത്തിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം എല്ലായിടത്തും നല്ല വിലക്കുറവിലാണ് മത്തി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കടുക് പൊട്ടിച്ച് ഉലുവയിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അതും വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തീ കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇതുപോലെ മുളകൊന്ന് വാട്ടിയെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും. ഈ സമയത്ത് ആവശ്യമെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. എനിക്ക് കറക്റ്റായിരുന്നു വെളിച്ചെണ്ണ, അതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. മുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ലേശം വെള്ളമാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കില്ല. കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ആദ്യമേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അതിന് ശേഷമാണ് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ലേശം വെള്ളം ചേർത്ത് ഇതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 2 ഗ്ലാസ് നിറയെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീരെ കുഞ്ഞു മത്തി ആയതുകൊണ്ടാണ് വരഞ്ഞു കൊടുക്കാത്തത്. അങ്ങനെ വരഞ്ഞു കൊടുക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് വരഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ 4 കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ഒരു തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടെ നോക്കി ബാക്കി കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് 10 to 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിയായ മത്തി മുളകിട്ടത് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.